റിസർമി.ന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ഞങ്ങളുടെ ഈ ഒരു ചാനൽ ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരുപാട് റിസോർട്ടുകളുടെ റിവ്യൂസ് ഇതിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും. ഈ റിസോർട്ടുകളെല്ലാം തന്നെ ഞങ്ങൾ നേരിട്ട് കാണുകയും അവരുടെ സർവീസുകൾ കൃത്യമായിട്ട് ചെക്ക് ചെയ്ത് വെരിഫൈ ചെയ്ത ശേഷമാണ് ഇതേപോലെ റിവ്യൂ ആയിട്ട് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യുന്നത്. അതുകൊണ്ട് ഏതൊരു റിസോർട്ടും നിങ്ങൾക്ക് വളരെ ധൈര്യത്തിൽ ബുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ ഒരു ചാനൽ നിങ്ങളുടെ ഫാമിലീസിലേക്കും അതേപോലെ തന്നെ ഫ്രണ്ട്സിലേക്കും ഒന്ന് സജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ റിവ്യൂസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ പ്രോപ്പർട്ടിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകും. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കേണിച്ചിറയിൽ നിന്നും സുൽത്താൻ ബത്തേരി റോഡിലേക്ക് വരുമ്പോൾ കുറച്ചുള്ളിലേക്ക് ട്രാവൽ ചെയ്യുകയാണെങ്കിൽ ഒരു 2.5 ഏക്കറിനുള്ളിൽ വരുന്ന ഒരു സിംഗിൾ പ്രോപ്പർട്ടിയാണിത്. അതും 2 ബെഡ്റൂം പ്രൈവറ്റ് പൂൾ വില്ല, പ്രീമിയം കാറ്റഗറിയിൽ വരുന്ന ഒരു അടിപൊളി പൂൾ വില്ലയാണിത്. നമുക്ക് ആദ്യം ഇവിടുത്തെ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ഒക്കെ കണ്ട ശേഷം നേരെ റൂമിൻ്റെ ഫെസിലിറ്റീസിലേക്ക് പോകാം. അപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇവിടുത്തെ പാർക്കിംഗ് ഏരിയയിലാണ്. നിങ്ങൾ കാറിലൊക്കെ വരുവാണെങ്കിൽ പാർക്ക് ചെയ്യാനുള്ള വിശാലമായിട്ടുള്ളൊരു സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഷട്ടിൽ ബാറ്റോ കാര്യങ്ങളോ കളിക്കണമെങ്കിൽ ഈ ഒരു ഏരിയയിലായിട്ട് അതിനുള്ള സ്പേസും കൊടുത്തിരിക്കുന്നത് കാണാം. ഇവിടെ നിങ്ങൾക്ക് ഇത് കൂടാതെ ക്യാമ്പ് ഫയറും അതേപോലെ തന്നെ ക്യാരംസ് പിന്നെ കിച്ചൺ ഫെസിലിറ്റി അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ചുറ്റും കോഫി പ്ലാന്റേഷനും അതേപോലെ തന്നെ നല്ലൊരു ഫോറസ്റ്റ് ആംബിയൻസോടു കൂടിയും നിങ്ങൾക്ക് ഇവിടെ വളരെ റിലാക്സ് ആയിട്ട് സ്റ്റേ ചെയ്യാൻ സാധിക്കും. അപ്പോൾ കപ്പിൾസൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു അടിപൊളി വൈബായിരിക്കും ഇവിടെ കിട്ടുക. നമുക്ക് എന്ത് ചെയ്യാം, ഇനി നേരെ ഉള്ളിൽ ചെന്നിട്ട് റൂമും കൊടുത്തിരിക്കുന്ന ഫെസിലിറ്റീസൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഒരു 4 കെട്ട് കൺസെപ്റ്റിലാണ് ഈ ഒരു വില്ല പണിതീർത്തിരിക്കുന്നത്. അതുമാത്രമല്ല ഇവിടുത്തെ വിൻഡോസും ഡോസും ഒക്കെ നിങ്ങൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ കംപ്ലീറ്റ് വുഡ് വർക്കാണ്. പഴയ തറവാട്ടിലൊക്കെ പോകുമ്പോഴുള്ളൊരു അറ്റ്മോസ്ഫിയർ ആയിരിക്കും നമുക്കിവിടെ ലഭിക്കുന്നത്. അതുമാത്രമല്ല ഈ നടുമുറ്റത്ത് മഴയൊക്കെ വരുന്ന സമയത്താണെങ്കിൽ അടിപൊളി വൈബായിരിക്കും. പിന്നെ കംപ്ലീറ്റ് സ്റ്റോൺ വർക്കും കാര്യങ്ങളാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഈ ഒരു പ്രോപ്പർട്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം 2.5-3 വർഷം ആവുന്നതേ ഉള്ളൂ. ഹാളിനോട് ചേർന്നിട്ട് തന്നെയാണ് ഇവിടുത്തെ പൂള് കൊടുത്തിട്ടുള്ളത്. പൂളിലേക്ക് വരുവാണെങ്കിൽ ഒരു ആവശ്യത്തിന് വലുപ്പമുള്ളൊരു 4 പേർക്കൊക്കെ കംഫർട്ടബിളായിട്ട് ഇറങ്ങാൻ പറ്റുന്ന രീതിയിലൊരു പൂളാണ് കൊടുത്തിട്ടുള്ളത്. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് സറൗണ്ടിങ്സും കാര്യങ്ങളൊക്കെ അവർ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പ്രൈവസി കിട്ടുന്ന രീതിയിലായിട്ട് സൈഡിലായിട്ട് ഗാർഡനൊക്കെ നല്ല രീതിയിൽ തന്നെ കൊടുത്തിരിക്കുന്നത് കാണാം. ഹാളിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് റിലാക്സ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഫർണിച്ചേഴ്സൊക്കെ അവരിവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും ഓഫീസ് വർക്കോ മറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വൈഫൈ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റിന് പുറമെ ഡിന്നറോ മറ്റേ അങ്ങനെ എന്തെങ്കിലും ഫുഡ് ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ വിൽട്ടൺ ഹോട്ടലാണ് അവർ റെഫർ ചെയ്യുന്നത്. അതിൻ്റെ മെനുവും കാര്യങ്ങളൊക്കെ അവർ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് ടെലിവിഷനും അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കാണുന്നത് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂമാണ്. ഇവിടെ ഒരു കിങ് സൈസ് ബെഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഫർണിച്ചേഴ്സും കാര്യങ്ങളും ഡസ്റ്റ് ഫ്രീ ആയിട്ട് അവർ കീപ്പ് ചെയ്യുന്നുണ്ട്. അതായത് ഹൗസ് കീപ്പിംഗ് വളരെ പ്രോപ്പറായിട്ട് ചെയ്തിരിക്കുന്നത് കാണാം. ഇതിൻ്റെ സൈഡിലുള്ള വിൻഡോ വഴി പുറത്തേക്കുള്ള കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ 2 സൈഡിലായിട്ട് ചാർജിങ് പോയിൻറ്റും ചെറിയ മിനി ടേബിളും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. റൂം AC അല്ല, ഫാനാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ഒരു മാസ്റ്റർ ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ബാത്റൂമിൻ്റെ സൈഡിലേക്ക് വരുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് സാധനങ്ങൾ സൂക്ഷിച്ച് വെക്കാൻ ആവശ്യമായിട്ടുള്ള ഷെൽഫ് കൊടുത്തിരിക്കുന്നത് കാണാം. ബാത്റൂം വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂമാണ് ഇവിടെ വരുന്നത്. ബാത്ത് ടബും ഇതിൽ കൊടുത്തിട്ടുണ്ട്. സെക്കൻഡ് റൂമിലും കൊടുത്തിട്ടുള്ളത് ഒരു കിങ് സൈസ് ബെഡാണ്. ഒരു സൈഡിലായിട്ട് മിനി ടേബിളും ചാർജിങ് പോയിൻ്റൊക്കെ കൊടുത്തിരിക്കുന്നത് കാണാം. അതേപോലെ തന്നെ ഈ റൂമും നോൺ AC ആണ്, ഫാനാണ് പകരം കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഏരിയയിൽ അത്യാവശ്യം നല്ല തണുപ്പുള്ളത് കൊണ്ട് AC ഒരു ആവശ്യം വരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ റൂമിലും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. എല്ലാ ഫെസിലിറ്റീസോടും കൂടിയുള്ള ബാത്റൂമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ബാത്റൂമിനോട് ചേർന്നിട്ടുള്ള റൂമിൽ തന്നെ നിങ്ങൾക്ക് സാധനങ്ങൾ ലഗേജസൊക്കെ സൂക്ഷിച്ച് വെക്കാൻ ആവശ്യമായിട്ടുള്ള ഷെൽഫ് കൊടുത്തിരിക്കുന്നത് കാണാം. റൂംസും അതേപോലെ തന്നെ ഫർണിച്ചേഴ്സും ഫ്ലോറും കാര്യങ്ങളൊക്കെ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടും ഡസ്റ്റ് ഫ്രീ ആയിട്ടും അവർ കീപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ നിങ്ങൾക്ക് ഡൈനിങ് ഹാൾ കൊടുത്തിരിക്കുന്നത് കാണാം. ഡൈനിങ് ഹാളിലേക്ക് വരുമ്പോൾ ഏകദേശം 7 മെമ്പേഴ്സിന് വരെ ഇരുന്ന് ഫുഡ് കഴിക്കാനുള്ളൊരു സ്പേസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതായത് മാക്സിമം കപ്പാസിറ്റി 7 മെമ്പേഴ്സാണ്. ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് നിങ്ങൾക്ക് ക്യാരംസും അതേപോലെ തന്നെ ക്യാമ്പ് ഫയർ അല്ലെങ്കിൽ ബാർബിക്യൂ ഒക്കെ ചെയ്യാനുള്ള യൂണിറ്റും കാര്യങ്ങളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. സെൽഫ് കുക്കിംഗ് ഇഷ്ടമുള്ളവർക്ക് ഇവിടെ കിച്ചൺ കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അഡീഷണലായിട്ട് 1500 റുപ്പീസ് പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിച്ചണും യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു 2 ബെഡ്റൂം പ്രൈവറ്റ് പൂൾ വില്ലയെക്കുറിച്ചുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോ ഒന്നും കൂടെ റീവാച്ച് ചെയ്യുക. അതിനുശേഷം മാത്രം ബുക്കിങ്ങിലേക്ക് പോവുക. ഒരു 4 മെമ്പേഴ്സൊക്കെ വരികയാണെങ്കിൽ ഏകദേശം 18 രൂപയൊക്കെയാണ് ഇവിടുത്തെ ബഡ്ജറ്റ് വരുന്നത്. അതായത് പ്രീമിയം കാറ്റഗറിയിൽ വരുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. ഈ പ്രൈസ് ഒരിക്കലും ഫിക്സഡ് അല്ല, അത് ഡേറ്റിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ വരുന്ന ഫെസിലിറ്റീസ് എന്ന് പറയുന്നത് പൂളുണ്ട്, അതേപോലെ തന്നെ കിച്ചൺ ഫെസിലിറ്റീസ് കൊടുക്കുന്നുണ്ട്, വൈഫൈ, അതേപോലെ തന്നെ മ്യൂസിക് സിസ്റ്റം, ക്യാമ്പ് ഫയർ, ബാർബിക്യൂ ചെയ്യാനുള്ള ഫെസിലിറ്റീസ്, ഇതൊക്കെ ഇവിടെ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ആക്ടിവിറ്റീസ് ചോദിക്കുകയാണെങ്കിൽ ക്യാരംസ് ആയിട്ട് പിന്നെ ഷട്ടിൽ ബാറ്റ് ഇതൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ബുക്കിംഗ് ഡേറ്റും മറ്റ് ഡീറ്റെയിൽസൊക്കെ കൃത്യമായിട്ട് അതിലേക്ക് അയച്ചു തരിക. നല്ലൊരു ബഡ്ജറ്റിൽ തന്നെ ഇവിടെ ബുക്ക് ചെയ്യാനുള്ള എല്ലാ ഫെസിലിറ്റീസും നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ
ഓൾറെഡി പറഞ്ഞതാണ്, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ചെയ്യുന്ന ഇതുപോലുള്ള റിവ്യൂസൊക്കെ നിങ്ങൾക്ക് സ്പോട്ടിൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു റിവ്യൂവുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.